നമ്മളെ തന്നെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ചെറിയൊരു സന്ദേശം ദൈവസന്നിധി വെച്ച് തിരുമേശയിലേക്ക് പ്രവേശിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് 2 ശമൂവേലിന്റെ പുസ്തകം 7-18 വാക്യം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. 2 ശമൂവേൽ chapter 7 verse 18 മുഖവരിയായിട്ട് നമുക്ക് വായിക്കാം. സ്തോത്രം. ആമേൻ. മതി. ഇംഗ്ലീഷിലെ ആൾ വായിച്ച്. Then David the king went to. വായിച്ച മോനെ, ആരാ വായിച്ച്? ദാവീദ് പറയുകയാണ്, ഓ ലോർഡ് ഗോഡ്, ആൻഡ് വാട്ട് ഈസ് മൈ ഹൗസ്? ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? that you have brought me this far. ഇത്രത്തോളം കൊണ്ടുവരുവാൻ. സ്തോത്രം. അവിടെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഹൗ ഫാർ? എത്രത്തോളം? എത്രത്തോളം? ദാവീദിനോട് ചോദിക്കാം, ദാവീദേ, നിന്നെ ദൈവം എത്രത്തോളം നടത്തി? ഇന്ന് ഈ പ്രഭാത സമയത്തും നമുക്കും പറയാം, ദൈവമേ, നീ ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, എക്സോഡസ് ചാപ്റ്റർ 20 പുറപ്പാട് പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, 20-ാം അധ്യായത്തിലാണെന്നു. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അവരോട് പറയും, ഞങ്ങൾ എവിടുന്നാ വന്നെന്നറിയാമോ? അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന യഹോവ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഓർക്കുവാൻ കഴിയും, ഞങ്ങളുടെ നാളുകളും ദിവസങ്ങളുമെല്ലാം അടിമത്വത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രതികൂലങ്ങളുടെയും നിന്ദയുടെയും അവസ്ഥകളായിരുന്നു. ആമേൻ. സ്തോത്രം. ഇഷ്ടികച്ചൂളയിൽ പണിയെടുത്ത അവസരം. ആമേൻ. നിന്നെയും പരിഹാസമേറ്റ അവസരം. ചെയ്ത ജോലിക്ക് കൂലി ലഭിക്കാതിരുന്ന അവസരം. ഹല്ലേലൂയ. ഊഴിക വിചാരകന്മാർ നിമിത്തമുള്ള ഉപദ്രവം എന്ന് വേണ്ട കരച്ചിലും വേദനയും നിറഞ്ഞ നാളുകൾ. അതിന് നടുവിൽ ദൈവം അവരെ ഉദ്ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് പറയുകയാണ്, യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദാവീദിൻ്റെതായ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് ദൂതറിയിക്കുമ്പോൾ താൻ ദൈവസന്നിധിയിൽ പറയുന്നതായ ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അതിന് മുഖാന്തരമായ സാഹചര്യം എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, അതിന് മുമ്പിലുള്ള അധ്യായം വായിക്കുമെന്നറിയാം. യഹോവയുടെ പട്ടകം ഓബദേദോമിന്റെ ഭവനത്തിൽ 3 മാസം ഇരുന്നു. ആ ഇരുന്നത് നിമിത്തം ആ ഭവനത്തെ യഹോവ അനുഗ്രഹിച്ചു. അത് കണ്ടപ്പോൾ ദാവീദിന് ബോധ്യമായി, പെട്ടകം തൻ്റെ എവിടെ ഇരിക്കണം, എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതെല്ലാം ബോധ്യമായി. താൻ പെട്ടെന്ന് ആ പെട്ടകം കൊണ്ടുവരുന്നതായ ഒരു ഭാഗം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശത്രുക്കളിൽ നിന്നൊക്കെയും യുദ്ധം നേടി താൻ സ്വസ്ഥതയുള്ളവനായി വന്ന് തൻ്റെ അരമനയിൽ ഇരിക്കുന്ന കാലം. പ്രൈസ് ദി ലോർഡ്. വളരെ നല്ല സാഹചര്യത്തിൽ ഇരിക്കുന്ന കാര്യം. ആ സാഹചര്യത്തിൽ താൻ ദൈവത്തോട് പറയുകയാണ്, ഇത്ര വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഞാൻ പ്രാപിച്ച് ഞാൻ ഇത്ര വലിയ ഉന്നതിയിൽ ഇരിക്കുന്നു. എന്നാൽ യഹോവയുടെ പട്ടകം ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് തനിക്ക് ബോധ്യമായി. അതിൻ്റെ അവസ്ഥകൾ തനിക്ക് മനസ്സിലായി. സ്തോത്രം. അപ്പോൾ ആമേൻ, എനിക്ക് നല്ല പാർക്കുവാനുള്ള അവസരമൊക്കെയും ഉണ്ട്. എൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ മെച്ചമായി. സ്തോത്രം. ഞാൻ നല്ല ഉന്നത പദവിയിലാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം, എൻ്റെ ദൈവത്തിന് ഞാനൊരു എന്ത് പണിയും? ആലയം പണിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് പ്രവാചകനോട് കേട്ടു. ആമേൻ. സ്തോത്രം. അവൻ ദൈവത്തോട് ആലോചന അറിയിച്ചപ്പോൾ യഹോവയായ ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ പോയി ശമൂവേലിനോട് പറയണം, ഞാൻ നിനക്കൊരു ഗൃഹം പണിയും. കണ്ടോ? പ്രൈസ് ദി ലോർഡ്.
പക്ഷെ ദാവീദിനെ സംബന്ധിച്ചോളം ജീവിതത്തിന്റെ വഴിത്താരിയിൽ ചില വശപ്രശകുകൾ, ചില തെറ്റുകൾ വന്നത് നിമിത്തം നീ പണിയത്തില്ല, പക്ഷെ നിന്റെ തലമുറ അത് പണിയുമെന്ന് പറഞ്ഞു. ദാവീദ് ആലയം പണിക്കുള്ളതായ എല്ലാ സാമഗ്രികളും വെള്ളി മുതലായ എല്ലാ സാഹചര്യങ്ങളും താൻ ഒരുക്കി കൊടുത്തതായിട്ടും കാണുവാൻ തക്കോണം നമുക്ക് കഴിയും. എന്നാൽ പണിതത് തലമുറയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം അറിയണം. ദാവീദ് പണിതില്ല, ദാവീദ് പറഞ്ഞതേയുള്ളൂ. പറഞ്ഞപ്പോൾ തന്നെ ദൈവം അവൻ്റെ വാക്ക് കുറിക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യഹോവയായ ദൈവത്തിന് അറിയാം ദാവീദ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തതുപോലെയാണെന്നുള്ളത്. ദാവീദ് ഒരിക്കലും സ്വന്തം കയ്യാൽ ആലയം പണിതില്ല, ദാവീദിൻ്റെ തലമുറയെ അത് പണിതത്. ദൈവമക്കളെ, അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്, എൻ്റെ ദാസനായ ദാവീദോ അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ തന്നെ. കണ്ടോ, അവനത് പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്. അവിടെ വായിക്കുന്ന വേദഭാഗം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 4-ാം പ്രവാചകൻ 8-ാം വാക്യം. ആകയാൽ നീ നിന്റെ ദാസനായ ആമേൻ, ഞാൻ നിന്നെ കൊണ്ടുവന്നത് എവിടെ നിന്നറിയാമോ? ഹല്ലേലൂയ. ദാവീദേ, നീ എവിടായിരുന്നെന്നറിയാമോ? നിന്റെ അപ്പനും അമ്മയും മറന്നുപോയ ഒരു സാഹചര്യമുണ്ട്. ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ ശമൂവേലിനെ യഹോവയായ ദൈവം അയക്കുമ്പോൾ ഇശായിയുടെ ഭവനത്തിൽ 8 മക്കളുണ്ട്. അവിടെ ചെന്നു, അവിടെ യാഗം കഴിച്ച് വിരുന്ന് കഴിച്ച് ആമേൻ സ്തോത്രം ആ ശുശ്രൂഷയ്ക്കായി മുതിരുമ്പോൾ ആമേൻ ഇശായിയുടെ 7 മക്കളും അവിടെയുണ്ട്. അതിൽ ഓരോരുത്തരെ കണ്ടു. എലിയാബിനെ കണ്ടു. അപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, നീ അവരുടെ മുഖമോ പൊക്കമോ ഉയരമോ ഒന്നും നോക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മുഖവും പൊക്കവും ഉയരവും സമ്പത്തും ഒക്കെ നോക്കിയിരുന്നെങ്കിൽ നമ്മൾ ദൈവസന്നിധി വരുമായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ദൈവം ആരുടെയും ഭംഗിയോ ആരോഗ്യമോ കണ്ണമേ സമ്പത്തോ കണ്ടല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ആമേൻ ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു ഭാഗം ചില നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് പോലെയല്ല ദൈവം ഒരു വ്യക്തിയെ കാണുന്നത്. ആമേൻ സ്തോത്രം. അതിനുശേഷം നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഓരോരുത്തരെയായി തൈലക്കൊമ്പുമായി ചെല്ലുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ തിരഞ്ഞെടുത്തിട്ടില്ല. അവസാനം ശമൂവേൽ ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആമേൻ തൻ്റെ പിതാവ് പറയാണ്, ഒരുവൻ ശേഷിച്ചിട്ടുണ്ട്. അവൻ എവിടാന്നറിയാമോ? ആടിയങ്ങളുടെ ആടുകളുമായി കാട്ടിൽ വനാന്തരങ്ങളിലാണ്. കണ്ടോ, നിങ്ങളപ്പോൾ അറിയണം ദൈവമക്കളെ, ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം വീട്ടിൽ സഹോദരങ്ങളും അപ്പനും അമ്മയും ചേർന്ന് ഒരു വിരുന്ന് കഴിക്കുമ്പോൾ, ഒരു പ്രധാന വിരുന്ന് കഴിക്കുമ്പോൾ, അതിന് നടുവിൽ ആ ഭവനത്തിൻ്റെ ആദായമെന്നോണം ആടുകളെ വളർത്തി വനാന്തരങ്ങളിൽ കിടക്കുന്ന ദാവീദിനെ അറിയിച്ചിരുന്നില്ല. അത്രമാത്രം താൻ ഒറ്റപ്പെട്ടവനായി തള്ളപ്പെട്ടവനായി കിടന്നപ്പോൾ ഇവിടെ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് അപ്പൻ്റെ ആടുകളെ മേയിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ദാവീദേ, നീ ഇപ്പോഴല്ല രാജാവായത്. നീ ആടിനെ മേയിച്ച് വനാന്തരങ്ങളായിരിക്കുമ്പോൾ തന്നെ നിന്റെ അപ്പനും അമ്മയും നിന്നിൽ കണ്ടത് ഒരാട്ടിട ചെറുക്കനെയാണെങ്കിൽ ഞാൻ അന്ന് നിന്നിൽ ഒരു രാജാവിനെ കണ്ടിരുന്നു എന്നുള്ളത് യഹോവയായ ദൈവം ദാവീദിനോട് പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സഭയായി നിങ്ങളോടും ഇതാ ദൂത് പറയുവാനുള്ളത്. നമ്മുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും സഭയിലെ പാസ്റ്ററും ലോകക്കാരും നിന്നെ ഒരു സാധാരണ മനുഷ്യനെ പോലായി വിചാരിക്കുന്നുവെങ്കിൽ ഇന്ന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്നിൽ ദൈവം കാണുന്ന വലിയൊരു വെളിപ്പാടുണ്ട്. നിന്നിൽ ദൈവം കാണുന്ന വലിയൊരു ഉദ്ദേശമുണ്ട്. അതിനായി ദൈവം
എന്നെയും നിന്നെയും പുറപ്പെടുവിക്കുന്ന നാൾ അധികമല്ല. അതിനായി ദൈവമക്കൾ ഒരുങ്ങണം. ഹല്ലേലൂയ. നമ്മുടെ ജോലിയിൽ ആ ജോലിയുടെ പേരിൽ അറിയപ്പെടുവാനല്ല, നമ്മൾ വഹിക്കുന്ന ചില പ്രത്യേക പദവിയുടെ പേരിൽ മാത്രം ഇരിക്കാനല്ല. ദൈവം കാണുന്നത് അങ്ങനെയല്ല. ദൈവത്തിന്റെ ഉദ്ദേശം വലുതാണ്. അതുകൊണ്ടാണ് യോബ് പറയുന്നത്, യഹോവേ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊക്കെയും അസാധ്യമല്ലെന്നും ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബേ ശമൂവേൽ പോലും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശമൂവേൽ തൈലക്കൊമ്പുമായിട്ട് 7 സഹോദരന്മാരുടെ പുറകെ നടക്കുക. അമ്മ ശമൂവേൽ പ്രവാചകനാണ്. എന്നാൽ ദൈവമക്കളെ, പ്രവാചകന്മാർക്ക് വരെയും തെറ്റും, പക്ഷെ എൻ്റെ ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. പാസ്റ്റർമാർക്കും തെറ്റ് പറ്റും, എൻ്റെ ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് ആ പദ്യം വലുത് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അപ്പനും അമ്മയും അവനെ കേവലം ഒരു ആട്ടിടയനായി മാത്രം കണ്ടപ്പോൾ, കണ്ടോ നോക്കിക്കോണം, ദൈവം കാണുന്നത് അങ്ങനെയാണെന്നറിയാമോ? എഴുതിയേക്കുക. ഞാൻ എവിടെ വാക്യം ഒന്ന് വായിച്ചു, 8-ാം വാക്യം. ഞാൻ നിന്റെ പുൽപ്പുറത്തു നിന്ന് ആടുകളെ, കേട്ടോ, അന്നൊന്നും ഒരു ചിന്തയില്ല കേട്ടോ. ചിന്തിച്ചതാണോ ഇവിടെ വരുമെന്നുവല്ലോ? ചിന്തിച്ചതാണോ ദൈവമക്കൾ? ഇന്ന് അനുഭവിക്കുന്ന നന്മയെല്ലാം ദൈവം തന്നതല്ലേ? ഒരു 25 വർഷം പുറമോട്ടൊന്ന് ചിന്തിച്ചേ, ഒരു 30-40 വർഷം പുറമോട്ടൊന്ന് ചിന്തിച്ചേ. എവിടെയായിരുന്നു നമ്മുടെ പാസ്റ്റ്? ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ. ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തങ്ങൾ കന്യരായി, ആമേ, എല്ലാത്തിനും യാതൊരു യോഗ്യതയില്ലാത്തവരായി, സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ കിടന്നവനായ നമ്മളെ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിന് വിശ്വസതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 9-ാം വാക്യം, ആമേൻ, നോക്കിയേ. അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, I have been with you wherever you have gone. Glory. Praise the Lord. അപ്പോൾ വചനമൊക്കെ സമയം ഉണ്ടായില്ലേ, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. Praise the Lord. ആമേൻ. ദാവീദിന് വളരെ സങ്കടത്തോടെ അവൻ ദൈവസേന പറയുകയാണ്. ഈ ദൂത് കേട്ടപ്പോൾ അവിടെ ദാവീദിന്റെ ഒരു താഴ്മ, ഡേവിഡ് ഹ്യൂമിലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത്ര താഴ്മയോടെ പറയും, യഹോവയായ ദൈവമേ, നമുക്കൊക്കെ ഒരു നന്മ കിട്ടിയാൽ പറയുന്നത് ഇത് പോരായിരുന്നു, ഇതിലും കൂടുതൽ തരേണ്ടതായിരുന്നു, കർത്താവിന് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാ സോദരം എന്നുള്ള നമ്മുടെ ഒരു ചിന്ത. ഇതൊന്നും പോരാ, ഇതിലും കൊണ്ട് ഞാൻ അർഹനാ. പക്ഷെ ദാവീദ് പറയാണ് ഞാൻ ഇതിനൊന്നിനും. അതാണ് യഥാർത്ഥ ദൈവിക സ്വഭാവമുള്ളവരുടെ മറുപടി. യഥാർത്ഥമായ ദൈവഭയവും താഴ്മയും ഉള്ളവരുടെ മറുപടി എന്ന് പറയുന്നത്. Praise the Lord. He is responding God's covenant. ദൈവം അവനോട് ചെയ്ത ഉടമ്പടിക്ക് അവിടെ ദാവീദ് റെസ്പോണ്ട് ചെയ്യുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ വായിച്ചത് 9-ാം വാക്യം നോക്കിയേ. I have been with you wherever you gone. I have been with you wherever you went. കേട്ടോ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നടന്നു വന്ന വഴിത്താരയിലെല്ലാം ദൈവമുണ്ടായിരുന്നു. യോസേഫിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഹല്ലേലൂയ. യോസേഫ് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ആ സ്വപ്നം അങ്ങോട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. എപ്പോഴും പ്രശ്നം എങ്ങനെയാണെന്ന് അറിയാമോ? വചനം വായിക്കുമ്പോൾ കുഴപ്പമില്ല, അതൊന്ന് വ്യാഖ്യാനിക്കുമ്പോഴായി പ്രശ്നം. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും കൂടെ എന്നെ നമസ്കരിക്കുന്നു. അതായത് 11 നക്ഷത്രങ്ങളോ എന്ന് വെച്ചാൽ ഞാൻ 12ാമത്തവൻ, ബാക്കി 11 നിങ്ങളാ. സൂര്യനും ചന്ദ്രനോ അത് അപ്പനും അമ്മയും. ആഹാ, ഞങ്ങൾ നിന്നെ നമസ്കരിക്കുന്നുകൊണ്ടോ? ആ പണി വേണ്ട. അവിടെ വെച്ച പക തുടങ്ങിയതാ. അവനെ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും മിഥ്യാനെ കച്ചവടക്കാർക്ക് വിട്ടപ്പോഴും പൊത്തിപ്പേർന്ന ഭവനത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് നിരപരാധിയായി ക്രൂശിക്കപ്പെട്ടപ്പോഴും അവനോടുകൂടെ
ദൈവമുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം എത്രയോ അനുഭവങ്ങൾ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ പറയും. എത്രയോ നിരവാദിത്വ നടുവിൽ മുമ്പിൽ വന്നിരുന്ന് വിധിക്കുന്നവരെ പോലെ വെല്ലുവിളിച്ച് പോരാടിയ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഈ കറുത്ത പുസ്തകം എടുത്തത് നിമിത്തം. എന്നാൽ ഇപ്പോൾ എനിക്ക് പറയുവാൻ കഴിയും, നീയോ യഹോവേ, ചേർന്ന് പറഞ്ഞാട്ടെ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നതിനുമാകുന്നു. ഹല്ലേലൂയ. 3-ാം സങ്കീർത്തനം 3-ാം വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും. ഇന്ന് പകൽക്കാലം തലയെ കുനിക്കുവാൻ, ഇല്ലാതാക്കുവാൻ, ഹല്ലേലൂയ, അസ്തമിച്ചു കളയുവാൻ തക്കവണ്ണം ശത്രു പദ്ധതി ഇടുമ്പോൾ തലയെ ഉയർത്തിപ്പിടിച്ച് നടക്കുമാറാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും പരിചയം കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് നിന്നെ മറയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിപ്പിക്കുന്ന ദൈവം. നേരുള്ളവർ അവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ, അവന്റെ സന്തതിക്ക് ശരണമുണ്ടാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. How far God, നീ എന്നെ, you brought me this far. ഇത്രത്തോളം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെന്ന് ചോദിക്കേ, നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുകയല്ലേ? ഇനി നമ്മൾ ചിന്തിക്കുന്നതെല്ലാം മുമ്പോട്ടുള്ളതാ. ഇനി എത്രത്തോളം അച്ചീവ് ഇനിയും ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കുന്ന. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് സ്റ്റിൽ. ആമേൻ. നമ്മളെല്ലാവരും അങ്ങനെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ 100%. പക്ഷേ മുമ്പോട്ട് അച്ചീവ് ചെയ്യണം. പക്ഷേ പുറകോട്ടുള്ള കാര്യം മറന്നു പോകരുതേ. ദൈവം നടത്തിയ വഴികളുടെ ഏടുകളിലേക്ക് പുറമ്പോൺ. ചിലതൊക്കെ സംഭവങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഭീതി തോന്നും. എങ്ങനെയൊക്കെ അതിനെ മറികടന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ പേടി തോന്നുന്ന ചില അനുഭവങ്ങൾ എനിക്കുൾപ്പെടെയുണ്ട്. എനിക്ക് വ്യക്തിപരമായി പലപ്പോഴും ചില സംഭവങ്ങൾ പേടി തോന്നാറ്. 1 അല്ല 2 അല്ല, ഒത്തിരി സംഭവങ്ങൾ പേടി തോന്നാറുണ്ട്. പക്ഷേ അപ്പോഴും നടത്തിയ കരം പിടിച്ച കോരേശിന്റെ വലങ്കരത്ത് പിടിച്ചവനായ ഒരു ദൈവം നമ്മുടെ വലങ്കരത്തിന് പിടിച്ച് നടത്തിയ ആ ദൈവത്തിന്റെ സ്നേഹത്തിനോ Hallelujah. Amen. Hallelujah. Praise the Lord. Amen. I took you from the pasture, from the following the sheep, to be ruled over my people of Israel. പുൽപ്പുറത്ത് നിന്ന് ആടുകളെ മേയ്ക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, എൻ്റെ ജനത്തെ മേയ്ക്കുവാൻ. കണ്ടോ, ദൈവം ഒരു വ്യക്തിയെ കാണുന്നത് മനുഷ്യൻ കാണുന്നത് പോലെ. അതൊന്നും ഇവിടെ ആരും വിധിയായിരിക്കില്ല. നമ്മൾ കഴിവുകളില്ലാത്തവരാ, കുഴപ്പമൊന്നും വിചാരിക്കണ്ട. ദൈവം നമ്മളെ ഉയർത്താൻ വിചാരിച്ചാൽ, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ, those who are honor me I will honor. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. $1 നീ സ്തോത്ര കാഴ്ച കിട്ടാൻ അതിനും പ്രതിഫലം തരുന്ന ദൈവമാ. 1 ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ അതിനും പ്രതിഫലം തരുന്ന ദൈവമാ. നീ ആരാധനയ്ക്ക് മുടങ്ങാതെ പോയാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാ. നിന്റെ തലമുറയെ മാനിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അവിടെ ബാക്കി ഒന്ന് വായിച്ചില്ലേ, 10 മുതൽ. നടുകയും ചെയ്യും. കണ്ടോ, ദൈവത്തിന്റെ പദ്ധതിയാ പറയുന്നത്. കണ്ടോ, ദൈവം വരെ പ്ലാൻ ചെയ്യുമെന്ന്. അടുത്തത് വായിച്ചു 11-ാം വാക്യം, ഞാൻ നിന്റെ ശത്രുക്കളെ അടക്കി നിനക്ക് സ്വസ്ഥത നൽകുകയും അത്രയുമല്ല യഹോവ നിന്നോട് അറിയിക്കുന്നെന്ന്. ദാവീദ് പണിതോ ആലയം? പണിതില്ല. ദൈവമക്കളെ, നമ്മളെയൊക്കെ തീരുമാനം ചിലപ്പോൾ അത്ര സ്ട്രോങ് അല്ല. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ദൈവസന്നി പറയുന്ന ഒരു സ്ഥലം ദൈവമക്കളെ നേർന്നാൽ നിവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. നമ്മുടെ ചില നേർച്ചകൾ നിവർത്തിച്ചതുപോലെ ആയിരിക്കണം, അത്ര സ്ട്രോങ് ആയിരിക്കണം. ദാവീദിന്റെ നേർച്ച അതുപോലെ ആയിരുന്നു. അപ്പോഴാ ദൂത് പറഞ്ഞത്. കണ്ടോ, അടുത്ത വാക്യം, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതി തികഞ്ഞിട്ട് പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചക്കാരായി നിയമിക്കുമെന്ന്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരുത്താത്ത ദൈവം. ആമേൻ. സ്തോത്രം. യഹോവയുടെ കൽപ്പനകളെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം. ആര് പണിയും? അവൻ പണിയും. അടുത്തത് ശലോമ. അടുത്തത് സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. തലമുറയുള്ള ദൂത. കണ്ടോ, അപ്പൻ ദൈവത്തിന് വേണ്ടി നിന്ന നിമിത്തം കണ്ടോ, തലമുറ ദൈവം അനുഗ്രഹിക്കും. ഞാനൊരു കാര്യം പറയാം, മാതാപിതാക്കന്മാരൊക്കെ കർത്താവിന് വേണ്ടി ഒരു കാലത്ത് കഷ്ടതയും അപമാനം സഹിച്ചതിൻ്റെ നന്മയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തിന് നേരോടും വിശ്വസതയോടും അല്പം കഷ്ടം സഹിച്ചൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുക. ദൈവം നമ്മുടെ തലമുറയെ മാനിക്കും. അല്പം വഴിപിടച്ചൊക്കെ പോയാലും, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നെന്ന് പറഞ്ഞാലും, കുഞ്ഞുങ്ങളല്ലേ വന്നെന്ന് പറഞ്ഞാലും ദൈവം അവരെ മടക്കി വരുത്തും. ദൈവം അവരെ ഉറപ്പിക്കും. ദൈവം അവരെ പറിച്ചു നടന്ന ദൈവമാ. ഹല്ലേലൂയ. അവൻ പ്ലാൻ ചെയ്യുവാൻ കഴിയുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. ഞാൻ അവന്റെ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ നോക്കുന്നത്. നിങ്ങളെ പദം ശ്രദ്ധിക്കണം. മനുഷ്യന്റെ വടികൊണ്ടും. അടുത്ത പദം മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും. കണ്ടോ, ദൈവത്തിന്റെ ആ കരുതലും സ്നേഹവും നോക്കണം. അടുത്തതോ എങ്കിലും നീക്കിയതുപോലെ പോകത്തില്ല. കണ്ടോ, കണ്ടോ, നേരോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിച്ചാൽ ദൈവം നമ്മളെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും മാനിക്കും. 1000 സംവത്സരം വരെയും അവന്റെ ദയ നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. 90 സങ്കീർത്തനത്തിൽ മോശ ഇങ്ങനെ പാടി, ദൈവമേ യഹോവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. പ്രൈസ്. അനാദിയായും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവമാ. അടുത്ത വാക്യം. ആമേൻ. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും. അതിനെ ഇളക്കുവാൻ ആർക്ക് കഴിയുന്നത്? അടുത്തത്. ആമേൻ. അടുത്ത ഇത് കേട്ടപ്പോ ദാവീദ് പറയുകയാണ്, അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് നോക്കണം. ദൈവത്തിന്റെ വിശ്വസത, ദൈവം തന്റെ തലമുറയോട് കാണിക്കുന്ന ദൈവത്തിന്റെ കവനന്റ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഇത് കേട്ടപ്പോൾ ദാവീദിന് സങ്കടം അടക്കുവാൻ കഴിഞ്ഞില്ല. ആ സ്നേഹം ദൈവം ഭാഗത്താണിട്ട് ഞാൻ പറയുകയാണ്. ചേർന്ന് വായിച്ചാട്ടെ. കർത്താവായ യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാര്? എല്ലാവരും ഒന്ന് പറഞ്ഞ, ഞാനാര്? നമ്മളാരാ? നമുക്ക് എന്തെങ്കിലും പദവി ഉണ്ടായിരുന്നോ? നമ്മുടെ വിദ്യാഭ്യാസമാണോ? നമ്മുടെ ലാംഗ്വേജിന്റെ ഫ്ലുവൻസി ആണോ? മറ്റെന്തെങ്കിലും എക്സ്ട്രാ സ്കിൽസ് നമുക്കുണ്ടായിരുന്നോ? എന്നാൽ ദൈവം നടത്തിയ വിധങ്ങൾ എത്ര വലുതാ! പർവ്വതങ്ങളും ദുർഘടമേടുകളും ചാടിക്കടക്കുവാൻ, പ്രതികൂലങ്ങളെ മറികടക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, ഇതുവരെ നടത്തിയ ദൈവം മേലാലും നടത്തുവാൻ വിശ്വസനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ ഓർത്തൊരു ദൈവം. അതുകൊണ്ട് 27 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. യഹോവേ നീ എനിക്ക് 27:1 Psalms 27. യഹോവ എന്റെ വെളിച്ചം, Lord is my light and my salvation. അടുത്തത്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അതിന്റെ 5-6 വേക്കും വായിച്ചാട്ട്. എന്റെ വൈരികൾ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. അടുത്തത്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി വസിക്കും. ഞാൻ ഒരു കാര്യവും അപേക്ഷിച്ചു. That is my desire. I am so serious with my desire. എനിക്ക് യഹോവയോട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത് ആലയത്തിൽ വരണം, അവന്റെ മനോഹരത്വം കാണണം, എന്റെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ. എന്റെ ദൈവമക്കളെ, വാട്ട് അബൌട്ട് യു? നിങ്ങളുടെ ഡിസയർ എന്താണ്? നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമുണ്ടോ? ആരാധനയ്ക്ക് വരാൻ താല്പര്യമുണ്ടോ? ദൈവത്തിനെ സ്തുതിക്കാൻ താല്പര്യമുണ്ടോ? സുവിശേഷം പറയാൻ താല്പര്യമുണ്ടോ? കർത്താവിന് വേണ്ടി നിൽക്കാൻ താല്പര്യമുണ്ടോ? ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത്രത്തോളം കൊണ്ടുവരുവാൻ, ഇത്രത്തോളം എന്നെ ഞാനുമേൻ കുടുംബവും